പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പള്ളിയിൽ കയറുമ്പോൾ ബാങ്ക് വിളി കേട്ടാൽ തഹിയ്യത്ത് നമസ്കരിക്കുകയാണോ അതോ ബാങ്കിന് ഇജാബത്ത് നൽകി അതിനുശേഷം നമസ്കരിക്കുകയാണോ, എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ശ്രോതാവിൻ്റെ സംശയം. പള്ളിയിൽ കയറിക്കഴിഞ്ഞാൽ നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതു സമയത്ത് നമ്മൾ പള്ളിയിൽ കയറിയാലും അവിടെ തഹിയ്യത്തുൽ മസ്ജിദ് ആണ് നാം ഓരോരുത്തരും നിർവഹിക്കേണ്ടത്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് തഹിയ്യത്തു നമസ്കരിക്കുക തന്നെയാണ്. അതല്ലാതെ ബാങ്കിന് ഇജാബത്ത് കൊടുത്ത് അവിടെ നിൽക്കുകയല്ല വേണ്ടത്. പലപ്പോഴും ഈ പ്രശ്നം സാധാരണയായി വരാറുള്ളത്, പല ആളുകളും പല കാരണങ്ങളാലും ജുമുഅ ദിവസം നേരം വൈകി വരുന്നത് കാണാൻ സാധിക്കും. ആ സമയത്ത് ഇമാം മിമ്പറിൽ കയറി സലാം പറഞ്ഞ് ശേഷം മുഅദ്ദിൻ ബാങ്ക് വിളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പലപ്പോഴും പല ആളുകളും കടന്നു വരാറുള്ളത്. അത്തരം സാഹചര്യങ്ങളിൽ ബാങ്ക് വിളി കഴിയുന്നത് വരെ നമസ്കരിക്കാതെ നിൽക്കുകയും ഖുതുബ തുടങ്ങുന്ന സമയത്ത് നമസ്കരിക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. അത് ശരിയായ നിലപാടല്ല. മറിച്ച് ഖുതുബ ശ്രദ്ധിക്കുക എന്ന് പറയുന്നതും ഖുതുബ അത് സൂക്ഷിച്ച് കേൾക്കുക എന്ന് പറയുന്നതുമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യം. അതുകൊണ്ട് തന്നെ പള്ളിയിൽ കയറിയ സമയത്തു തന്നെ ബാങ്ക് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ആ സമയത്ത് തഹിയ്യത്തുൽ മസ്ജിദ് നിർവഹിക്കുകയാണ് നാം ചെയ്യേണ്ടത് എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി കൊണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കുമല്ലോ, നിങ്ങളാരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തഹിയ്യത്തു നമസ്കരിക്കാതെ പള്ളിയിൽ ഇരിക്കരുത് എന്നെല്ലാം പറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാങ്കിന് ഇജാബത്ത് നൽകുക എന്നതല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമായിട്ടുള്ളത്, തഹിയ്യത്ത് നിർവഹിക്കുക എന്നതു തന്നെയാണ്. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ. താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.